തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മാനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ ബെനഡിക്ട് 16 മാർപ്പാപ്പ അദ്ദേഹം വളരെ വയോവൃദ്ധനാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്കുള്ള യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. വാർദ്ധക്യത്തിൻ്റെ അവശതകളെ വിസ്മരിച്ച് അദ്ദേഹം താമസിക്കുന്ന ഭവനത്തിൽ 4 സിസ്റ്റേഴ്സോ മറ്റോ ഉള്ളൂ. അവർക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഏകദേശം 2 മണിക്കൂറിലധികം സമയം ബെനഡിക്ട് 16 പാപ്പ വിശുദ്ധ ഗ്രന്ഥവുമായി ഹോംലി പറയാനൊക്കെ ഒരുങ്ങുന്നത് കണ്ടപ്പോൾ ഒരു വൈദികൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് എന്തിനാണ് ഈ 4 പേർക്ക് വേണ്ടി ഇത്രയും സമയം ഒരുങ്ങുന്നത്? കാരണം ഇന്ന് ജീവിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒരു തിയോളജിയനാണ് കാർഡിനൽ റാറ്റ്സിംഗർ ആയിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബെനഡിക്ട് പാപ്പ. അദ്ദേഹം അതിന് പറഞ്ഞ സൗമ്യമായ മറുപടി ഇങ്ങനെയാണ്: 4 പേരാണെങ്കിലും 4 ലക്ഷമാണെങ്കിലും ഈശോയുടെ മുമ്പിൽ അത് തുല്യമാണ്. ഇതൊരു ആത്മാർത്ഥതയാണ്. ഈശോ തൊട്ട ജീവിതങ്ങൾക്ക് മാത്രം സ്വന്തമായൊരു ആത്മാർത്ഥത. ഈ ആത്മാർത്ഥത കുമ്പസാരക്കൂട്ടിലും ആതുരാലയത്തിലും വിദ്യാലയത്തിലും അടുക്കളയിലുമൊക്കെ ആവാം നമുക്ക്. അദ്ദേഹം പറഞ്ഞ മറുപടി എത്രയോ മനോഹരമാണ്. 4 പേരാണോ 4 ലക്ഷമാണോ എന്നല്ല ഈശോ നോക്കുന്നത്. കർത്താവ് ഏൽപ്പിച്ചൊരു ദൗത്യത്തോട് ഞാൻ എന്തുമാത്രം സിൻസിയറാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഒരുപക്ഷെ ഞാനൊരു ഡോക്ടറാകാം, വീട്ടമ്മയാകാം, അധ്യാപകനാകാം, നേഴ്സാകാം. ദൈവം എന്നെ ഏൽപ്പിക്കുന്ന ഒരു ജീവൻ, ഒരു ചെറിയ ശുശ്രൂഷ, അതിനോട് ഞാൻ എന്തുമാത്രം വിശ്വസ്തനാണ്. ബെനഡിക്ട് 16 മാർപ്പാപ്പയിൽ നിന്ന് ഈ ഒരു പ്രചോദനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉൾക്കൊള്ളാം. ചെറുതോ വലുതോ ആവട്ടെ, ദൈവം ഏൽപ്പിക്കുന്ന ശുശ്രൂഷകൾ, ദൈവം നമുക്ക് തന്ന കുടുംബം, ദൈവം നമുക്ക് തന്ന വിളി എത്രയോ വിലപ്പെട്ടതാണ്. കൂടുതൽ ആത്മാർത്ഥതയോടെ നമ്മുടെ മിഷൻ, ദൗത്യം നിർവഹിക്കാൻ നമുക്ക് തീരുമാനമെടുക്കാം.